ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ സത്യസന്ധമായി പറയുകയാണ് ആദ്യം വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ വൈകുന്നേരം ഒരു 8:10 ഈ കൃഷ്ണപിള്ള മന്ദിരം എന്ന് പറയുന്ന CPIMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ 2 തവണ ബൈക്കിൽ വന്ന ആളുകൾ കല്ലെറിഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം കഴിഞ്ഞ ആ യോഗം പിരിഞ്ഞ ആളുകളാണ് ഈ പട്ടാമ്പി റോഡിലൂടെ വന്നിരുന്നത്. അതിൽപ്പെട്ട 2 ബൈക്കുകളാണ്, അതിൽ വന്ന ചെറുപ്പക്കാരാണ് ഈ ഓഫീസിന് നേരെ കല്ലെറിഞ്ഞത്. ഒരു കല്ല് നമ്മുടെ ഈ കൃഷ്ണപിള്ള മന്ദിരം എന്ന് പറയുന്ന ബോർഡിന് മേലെയും ഒരു കല്ല് മുകളിലെ ചില്ലിലുമാണ് തട്ടിയിട്ടുള്ളത്. ഒരു ചില്ല് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഈ സംഭവം സത്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, ഇപ്പോൾ ഞാനൊക്കെ ഈ ആഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് 1975 തൊട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പെരിന്തൽമണ്ണയിലെ CPM ഓഫീസിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സംഭവം പെരിന്തൽമണ്ണയിൽ ഇല്ല. ഒരു പാർട്ടി ഓഫീസും മറ്റൊരു പാർട്ടിക്കാർ കയ്യേറുന്നതോ ആക്രമണം നടത്തുന്നതോ, ഞങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം അത്ര ശക്തമാണ് പെരിന്തൽമണ്ണയിൽ. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പൊതുബന്ധം, ജനാധിപത്യപരമായ ബന്ധം. അപ്പോൾ ഈ വാർത്ത ഞങ്ങളെ ഞെട്ടിച്ചു. ഞാനൊക്കെ ഈ വാർത്ത അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് കേട്ടിട്ടാണ് ഇവിടേക്ക് വന്നത്. ശ്യാം അങ്ങനെയാണ് വന്നത്. നമ്മുടെ രാജേഷ് ഇവിടുത്തെ യോഗം കഴിഞ്ഞ് തിരിച്ചു പോവുമായിരുന്നു. അയാൾ തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ വിവരമറിഞ്ഞ ആൾക്കാരും ചെറുപ്പക്കാരും കൂടുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന നിലയിൽ. അപ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമെങ്കിൽ 2 കാര്യം ചെയ്യണമെന്ന് ഞങ്ങളത് അപ്പോൾ തീരുമാനിച്ചു. ഒന്ന്, ആ സമയത്ത് തന്നെ ഒരു പെറ്റീഷൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അതായത് 8:10 ഇങ്ങനെ ഒരു ആക്രമണമുണ്ടായി എന്നൊരു പെറ്റീഷൻ ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ചാൽ ആ പെറ്റീഷൻ പോലീസ് സ്റ്റേഷനിലുണ്ട്. 2, ഈ ആളുകളെ പിരിച്ചുവിടണമല്ലോ. അപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ തീരുമാനിച്ചു. ആ പ്രതിഷേധ പ്രകടനം ഇവിടുന്ന് നടത്തി 3 റോഡുകളിലും ആ പ്രതിഷേധ പ്രകടനം നടത്തി പിരിച്ചുവിടാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് രാജേഷിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, പത്രക്കാരോട് പറയുന്നുണ്ട്, ഏതൊരു ചാനൽ വന്നപ്പോൾ പറയുന്നുണ്ട്, ഒരു പ്രതിഷേധ പ്രകടനം നടത്തുക എന്നതേ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ, പക്ഷേ അത് ഞങ്ങളുടെ ദൗർബല്യമായി കണക്കാക്കരുത്, ഞങ്ങൾ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ആ പ്രകടനത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിർഭാഗ്യകരമാണ്. ഞങ്ങൾ ഒരിക്കലും അതിനെ ഓൺ ചെയ്യുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നത് മറച്ചു വെച്ചാണ് പെരിന്തൽമണ്ണ MLA ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് ഒരു കെട്ടിച്ചമച്ച കഥയാണ് ഇവിടെ ഉണ്ടായ ആക്രമണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ വസ്തുതകൾ മറച്ചു വെക്കാൻ ഒരു ജനപ്രതിനിധിക്ക്, അതും പെരിന്തൽമണ്ണയിലെ ഒരു MLAക്ക് കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ 2 അംഗീകരിച്ചിട്ടുണ്ട്. 2 സംഭവം നടന്നിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ ഒരു ഫലമാണ് പെരിന്തൽമണ്ണയിൽ നടന്ന പ്രകടനം. അതിനെന്തിനാ മറച്ചു വെക്കുന്നത്? മുസ്ലിം ലീഗ് പ്രവർത്തകരല്ലെങ്കിൽ അല്ല എന്ന് പറയട്ടെ. അവിടെ ആ യോഗം കഴിഞ്ഞ് വരുന്നവരെ ഞങ്ങൾ കണ്ടതാണ്. ഇവിടെ ഒരു അതിഥി തൊഴിലാളി ഉണ്ടായിരുന്നു താഴെ. അയാളുടെ തോളത്തുകൂടെ ഒരു കല്ല് വീണ് അയാൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് ഇത് അനുഭവമേ ഇല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനെ യഥാർത്ഥത്തിലൊരു സ്ഥലം MLA അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ കത്തിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്. മണിക്കൂറുകളോളം പെരിന്തൽമണ്ണ സ്തംഭിപ്പിച്ച് പോലീസിനെ സമ്മർദ്ദം ചെലുത്തി അതിൽ 4-5 ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിനൊന്നും എതിര് പറയുന്നില്ല. പക്ഷേ അതിലെ ഒരാളുടെ കേസെങ്കിലും ഒരു പ്രതികാര നടപടിയാണെന്ന് വേണം കരുതാൻ. അതെന്താണെന്ന് ആവശ്യമാണെങ്കിലേ ഞാൻ വ്യക്തമാക്കുന്നുള്ളൂ. അതായത് കഴിഞ്ഞ ഇലക്ഷൻ ദിവസം MLA ബൂത്തുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകനെ മാർക്ക് ചെയ്താണ്. അയാൾ ഈ കല്ലേറിലില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് ഈ കേസിൽ 1ാമത്തെ പേരായിട്ട് അവർ നിർദ്ദേശിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ഈ അടുത്ത കാലത്തായി പെരിന്തൽമണ്ണയിൽ കാണുന്നൊരു പ്രവണതയാണ്. പെരിന്തൽമണ്ണയിൽ പല MLAമാരുണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്, ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു MLAയുടെ വരവോടുകൂടിയാണ് പെരിന്തൽമണ്ണയിലെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം വരുന്നത്, ഒരു ക്രിമിനൽ ടെൻഡൻസി കടന്നു വരുന്നത്. ഇത് എല്ലാവരും തിരിച്ചറിയണമെന്ന് ഞാൻ പറയുകയാണ്. മുസ്ലിം ലീഗിലും കോൺഗ്രസിലും ഒക്കെയുള്ള നല്ലവരായ ആളുകളുണ്ട്. ഈ വഴി പെരിന്തൽമണ്ണയുടെ കൾച്ചറിന് ഗുണമാണോ എന്ന്
നല്ലപോലെ ചിന്തിക്കണം എന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരുവിധ അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. തെരഞ്ഞെടുപ്പിൽ തോൽക്കാറുണ്ട്, ജയിക്കാറുണ്ട്. പക്ഷേ അത് ഒരു രാത്രി കൊണ്ട് കാലം തീരുന്നില്ലല്ലോ, ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നടന്ന ഈ പ്രവർത്തനത്തെ വളച്ചൊടിച്ച് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, സങ്കുചിത താല്പര്യത്തിന് വേണ്ടി MLA വിനിയോഗിക്കുന്നത് ഹീനമായ രാഷ്ട്രീയമാണ് എന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഈ നടന്ന സംഭവത്തെ, പെരിന്തൽമണ്ണ കൃഷ്ണപിള്ള മന്ദിരത്തിൻ്റെ നേരെ ഉണ്ടായിട്ടുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആക്രമണമാണ് ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന വസ്തുത എല്ലാവരും ഓർമ്മിക്കണം എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് എന്ത് പറയാനാ? അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതിശാസ്ത്രമാണ്. അതായത് നമ്മുടെ രാഷ്ട്രീയത്തിൽ സത്യസന്ധമായ രീതി, ഡയറക്റ്റായി പറയുന്ന രീതി, അതിന് പകരം അതിനൊക്കെ നാടകീയമായി വളച്ചൊടിക്കുന്ന ഒരു രീതി അദ്ദേഹം കൈകൊള്ളുന്നു. അത് അധികകാലം ഈ സ്വഭാവമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മുൻകാല ചരിത്രമൊക്കെ ഉണ്ടല്ലോ. പാതിവില തട്ടിപ്പിൻ്റെ എതിരെതിരായി CPM അത് ഉന്നയിച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് വിരോധം ഉണ്ടാവാം. പക്ഷേ സ്വന്തം രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടുന്നത്. അതിപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ പല ഭാഗത്തും മുസ്ലിം ലീഗ് ആക്രമണം ഉണ്ടായിട്ടുണ്ടല്ലോ. കണ്ണൂരിൽ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ, നമ്മുടെ തീരദേശ മേഖലയിൽ ഒക്കെ ധാരാളം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വിഷയമല്ലേ? എവിടെ ഉണ്ടാകുന്ന അക്രമവും മോശമാണ്. ഇവിടെ ഞങ്ങൾക്കുണ്ടായ പരാജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി 30 കൊല്ലത്തിന് ശേഷം പിടിച്ചു എന്ന ഹുങ്കിൻ്റെ പേരിലാണ് MLA ചില ശ്രമങ്ങൾ നടത്തുന്നത്. അത് അദ്ദേഹത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. അധികം താമസിയാതെ അദ്ദേഹം ദുഃഖിക്കേണ്ടി വരുമെന്നാണ്, മറ്റൊരർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയമായി ദുഃഖിക്കേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം.